നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. PSG ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പയുടെ തീരുമാനം അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകമുള്ളത്. അതായത് ക്ലബ്ബുമായുള്ള അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് വരുന്ന സമ്മറിലാണ് അവസാനിക്കുക. ഈ കരാർ പുതുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാണ് കിലിയൻ എംബപ്പെ ഇനി തീരുമാനം എടുക്കാനുള്ളത്. അദ്ദേഹം കരാർ പുതുക്കുന്നില്ലെങ്കിൽ സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിലേക്ക് അദ്ദേഹം എത്താനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. ഈ സമ്മറിൽ അവസാനമായി കൊണ്ട് താരത്തിന് വേണ്ടി ഒരു ശ്രമം നടത്താൻ ഇപ്പോൾ റയൽ മാഡ്രിഡ് തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തവണ താരം വരുന്നില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ കൊണ്ടുവരേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം റയൽ എടുത്തതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും ഇത്തവണ റയൽ മാഡ്രിഡിലേക്ക് എംബപ്പെ വരാൻ ഏറെ സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യം ലാലിഗയുടെ പ്രസിഡന്റായ ഹവിയർ ടെബാസ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. 50% സാധ്യതകളുണ്ട് എന്നാണ് ലാലിഗ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത്തവണ എംബപ്പെ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇത് എൻ്റെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ്. തീർച്ചയായും ഇതൊക്കെ റയൽ മാഡ്രിഡിനെയും അവരുടെ പ്രസിഡന്റിനെയും ആശ്രയിച്ചു കൊണ്ടാണ് നിലകൊള്ളുന്നത്. ബെല്ലിംഗ്ഹാം വന്നതോടുകൂടി അവർക്ക് മറ്റൊരു സ്റ്റാറിനെ ലഭിച്ചു കഴിഞ്ഞു. വിനീഷ്യസ് ജൂനിയർ ഓൾറെഡി അവിടെയുണ്ട്. താരത്തിന് റയലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ സാധ്യതകൾ ഏറെയാണ്. 50% സാധ്യതകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ലാലിഗയുടെ പ്രസിഡന്റായ ടെബാസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കിലിയൻ എംബപ്പെ ഫ്രീ ഏജന്റായി കൊണ്ടുവരാൻ തീരുമാനിച്ചാലും റയലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരിക്കില്ല. കാരണം ഉയർന്ന സാലറിക്ക് പുറമെ വലിയ രൂപത്തിലുള്ള ഒരു സൈനിങ് ബോണസും കിലിയൻ എംബപ്പെ ആവശ്യപ്പെട്ടേക്കും. താരം ആവശ്യപ്പെടുന്ന തുക നൽകാൻ റയൽ മാഡ്രിഡ് തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.